കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചാണ്, സൈക്ലിംഗ് ആണോ ഓട്ടമാണോ ശരീരഭാരം കുറക്കാനും ഹൃദയരോഗത്തിനും നല്ലത് എന്നുള്ളതാണ്. നിങ്ങൾക്കിപ്പോൾ ശരീരഭാരം കുറക്കണം, അല്ലെങ്കിൽ ഹൃദയം കൂടുതൽ ആരോഗ്യമുള്ളതാക്കണം, അല്ലെങ്കിൽ കാലിൻ്റെ മസിലുകൾ ശക്തമാക്കണം. അപ്പോൾ ഏതാണ് നല്ലത്, സൈക്ലിങ്ങുമോ ഓട്ടമോ? സൈക്ലിങ്ങും ഓട്ടവും ലോകത്തിൽ ഇന്ന് ഏറ്റവും മികച്ച 2 കാർഡിയോ വ്യായാമങ്ങളാണ്. അത് നമ്മുടെ ലക്ഷ്യത്തിനനുസരിച്ച് ഏതാണ് കൂടുതൽ പ്രയോജനകരമെന്ന് നോക്കാം. മസിൽ വളർത്താൻ ഇതിലേതാണ് നല്ലത്? തീർച്ചയായിട്ടും സൈക്ലിംഗ് ആണ്. പ്രത്യേകിച്ച് കയറ്റം കയറുകയോ കൂടുതൽ റെസിസ്റ്റൻസ് സൈക്കിൾ ഓടിക്കുകയോ ചെയ്യുമ്പോൾ തുടയുടെ മുൻഭാഗത്തെ മസിലുകൾ, ഹാംസ്ട്രിങ്, ഗ്ലൂട്സ് മസിൽ, കാൽപേശികൾ, കോർ മസിലുകൾ എന്നിവയൊക്കെ സൈക്ലിംഗ് ചെയ്യുമ്പോൾ ചെറിയൊരു റെസിസ്റ്റൻസ് ട്രെയിനിങ് പോലെയാണെന്നുള്ളതാണ്. കൂടുതൽ കലോറി കത്തുന്നത് ഏതിലാണ്? തീർച്ചയായും അതിൽ വിജയിക്കുന്ന ഓട്ടമാണ്. ഓടുന്ന സമയത്ത് കൂടുതൽ കലോറി ചിലവഴിക്കും. ശരീരഭാരം മുഴുവൻ താങ്ങിയാണ് നമ്മൾ ഓടുന്നത് അല്ലേ. കൂടുതൽ മസിലുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. വ്യായാമത്തിൻ്റെ തീവ്രത കൂടുതലാണ്. ഏകദേശം 59 കിലോ ഭാരമുള്ള ഒരാൾക്ക് ഓട്ടം മണിക്കൂറിൽ ഏകദേശം 590 കലോറി കത്തിക്കും. ഒരു സാധാരണ ഇൻഡോർ സൈക്ലിംഗ് ആണെങ്കിലോ അത് 235 കലോറിയെ കത്തിക്കുന്നു. എന്നാൽ ഭാരം കുറയാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ഥിരമായി ചെയ്യുന്ന വ്യായാമമാണ്. ഹൃദയത്തിന് ഏതാണ് നല്ലത്? തീർച്ചയായിട്ടും ഓട്ടമാണ്. VO2 മാസ് വർദ്ധിക്കുന്നുണ്ട് ഓടുന്നുണ്ട്. വിശ്രമ സമയത്ത് ഹൃദയമിടിപ്പ് കുറക്കുന്നു, ഹൃദ്രോഗ സാധ്യത കുറക്കാനും സഹായിക്കുന്നില്ല. സൈക്ലിങ്ങും ഹൃദ്രോഗത്തിനും മെച്ചം തന്നെയാണ് കേട്ടോ. സന്ധികൾക്ക് സുരക്ഷിതമായത് ഏതാണ്? തീർച്ചയായിട്ടും സൈക്ലിംഗ് ആണ്. മുട്ടിന് കുറഞ്ഞ സമ്മർദ്ദം ഉണ്ടാവുള്ളൂ സൈക്ലിംഗ് ചെയ്യുമ്പോൾ, കണങ്കാലിന് കുറഞ്ഞ സമ്മർദ്ദം ഉണ്ടാവുള്ളൂ, ഉടുപ്പിന് കുറഞ്ഞ സമ്മർദ്ദം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇത് സൈക്ലിംഗ് പ്രായമായവർ, അമിതവണ്ണമുള്ളവർ, ആർത്രൈറ്റിസ് ഉള്ളവർ, പരിക്കിൽ നിന്ന് സുഖം പ്രാപിക്കുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്രദമാണ്. തുടക്കക്കാർക്ക് ഏതാണ് ഏറ്റവും നല്ലത്? തീർച്ചയായിട്ടും സൈക്ലിംഗ് ആണ്. കാരണം പരിക്ക് കുറവാണ്, ശരീരത്തിൽ കുറഞ്ഞ ആഘാതമേ ഉണ്ടാവുള്ളൂ, വേഗത്തിൽ റിക്കവറി ഉണ്ടാവും. ഓട്ടം വളരെ വേഗത്തിൽ തുടങ്ങുന്നതിനാൽ ഷിൻ സ്പ്ലീറ്റ്, മുട്ടുവേദന, അക്കിലീസ് ടെൻഡൻ പരിക്ക് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? മസിൽ വളർത്തണമെന്നാണെങ്കിൽ ആഴ്ചയിൽ 3-4 ദിവസം സൈക്ലിംഗ് ചെയ്യുക, കയറ്റം ഉൾപ്പെടുത്തുക. ശരീരഭാരം കുറക്കാനാണെങ്കിൽ ആഴ്ചയിൽ 3-4 ദിവസം ഓടുക, ഇടയ്ക്ക് ഇൻ്റർവൽ ട്രെയിനിങ് ചെയ്യുക. കൂടാതെ ആഴ്ചയിൽ 2 ദിവസം ശക്തിവർദ്ധക വ്യായാമങ്ങളും ചെയ്യുക. ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തണമെന്നാണെങ്കിൽ രണ്ടും അടിപൊളിയാണ്. ആഴ്ചയിൽ കുറഞ്ഞത് 150 തൊട്ട് 300 മിനിറ്റ് വരെ മിതമായ തീവ്രമുള്ള വ്യായാമം ചെയ്യുക എന്നുള്ളതാണ്. എൻഡ്യൂറൻസ് വർദ്ധിപ്പിക്കാനാണെങ്കിലോ സൈക്ലിങ്ങും ഓട്ടവും രണ്ടും മികച്ചതാണ്. ഓരോ ആഴ്ചയും സമയം ക്രമേണ വർദ്ധിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ്. എനിക്ക് പറയാനുള്ള നിർദ്ദേശം എന്താണ്? ഏറ്റവും നല്ലത് രണ്ടും ചെയ്യുന്നതാണ്. ഉദാഹരണത്തിന് തിങ്കളാഴ്ചകൾ ഓടുക, ചൊവ്വാഴ്ച ശക്തിവർദ്ധക വ്യായാമം, എന്തെങ്കിലും മസിൽ ബിൽഡിംഗ് എക്സസൈസ് ചെയ്യുക, ബുധനാഴ്ച സൈക്ലിംഗ് ചെയ്യുക, വ്യാഴാഴ്ച റെസ്റ്റ് എടുക്കുക, വെള്ളിയാഴ്ച വീണ്ടും ഓടുക, ശനിയാഴ്ച സൈക്ലിങ്, ഞായറാഴ്ച ദീർഘനടത്തം അല്ലെങ്കിൽ സ്ട്രെച്ചിങ്. ഇതൊക്കെ ചെയ്യുന്നതോട് കൂടി നമ്മുടെ ഹൃദയരോഗം മെച്ചപ്പെടാൻ, നമ്മുടെ മസിൽ ശക്തി കൂടാൻ, ഭാരം നിയന്ത്രിക്കാൻ, പരിക്ക് ഒഴിവാക്കാനൊക്കെ സഹായിക്കുന്നുള്ള ഒക്കെ ഒരുമിച്ച് മെച്ചപ്പെടും. നമ്മൾ ഓർക്കേണ്ടത് ഏറ്റവും നല്ല വ്യായാമം ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സുരക്ഷിതമായി ചെയ്യാൻ കഴിയുന്നത്, വർഷങ്ങളോളം തുടരാൻ കഴിയുന്നത്, അതാണ് ഏറ്റവും മികച്ച വ്യായാമം.